ഡൽഹിയിലെ ഭീകരവാദത്തിൽ നിന്നും കേരളം പാഠം പഠിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ്. ദേശഭക്തി ഗാനത്തെ അപമാനിച്ചും ഹമാസ് ഭക്തിഗാനത്തെ അനുകൂലിക്കുകയുമാണ് കേരളം. ഇടത് വലത് മുന്നണികൾ ഇത്തരക്കാരെ ചേർത്ത് പിടിച്ചാൽ കേരളത്തിന്റെ നാശമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തെ അനുകൂലിക്കുന്ന നിലപാടിൽ നിന്നും ഇടത് വലത് മുന്നണികൾ പിന്നോട്ട് പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹിയിൽ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് വാർത്താസമ്മേളനം തുടങ്ങിയത്. എല്ലാ ഭീകരാക്രമണത്തിനും ഇരയാകുന്നത് നിരപരാധികളാണെന്ന് സുരേഷ് പറഞ്ഞു. ഇന്നലെ ഡൽഹിയിലുണ്ടായ സ്ഫോടനവും അതിനെ തുടർന്ന് മരണപ്പെട്ട മനുഷ്യരുടെയും ആത്മാവിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. അതിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു BJP സംസ്ഥാന ഘടകം. എല്ലാ ഭീകരവാദവും സാധാരണ മനുഷ്യരെ ലക്ഷ്യമാക്കിയാണ്. നിരപരാധികളും നിരാലംബരും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാരെയാണ് ഭീകരവാദികൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഡൽഹിയിലെ ഭീകരാക്രമണത്തിൽ നിന്നും കേരളം പാഠം പഠിക്കണം. ഇത്തരം റാഡിക്കൽ മൊഡ്യൂളുകളെ സംരക്ഷിക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും മത്സരിച്ചാൽ കേരളം അതിഗുരുതരമായ പ്രതിസന്ധിയിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭീകരവാദത്തിന്റെ ഡൽഹിയിൽ സംഭവിച്ചതിന്റെ ആ ഭീകരതയിൽ നിന്നൊരു പാഠം പഠിക്കണം എന്നാണ് BJPക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള റാഡിക്കൽ നോഡ്യൂൾസിനെ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇങ്ങനെ മത്സരിച്ച് പുറകെ പോയാൽ കേരളം അതിഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിൽ അകപ്പെടുമെന്ന് കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനത ഉത്കണ്ഠപ്പെടുകയാണ്. ഭീകരവാദത്തെപ്പറ്റി BJP സംസാരിക്കുമ്പോൾ വർഗീയമായി ചിത്രീകരിക്കുകയാണ്. ഭീകരാക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ വർഗീയമാകുമെന്നും സുരേഷ് ചോദിച്ചു. ജനം, തിരുവനന്തപുരം.